Hi friends, welcome to Garam Masala, the magic spices of cooking. പഴങ്കഞ്ഞി ഇന്ന് നമുക്ക് ട്രഡീഷണൽ കേരള ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായ പഴങ്കഞ്ഞി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. ഇതിനു വേണ്ടി കഞ്ഞി, കപ്പപ്പുഴുക്ക്, പുളിശ്ശേരി, പച്ചമുളക് ചമ്മന്തി, കട്ടിയുള്ള തൈര്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കാന്താരി മുളക്, ആവശ്യത്തിന് ഉപ്പ്, കടുമാങ്ങ അച്ചാർ ഇവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ചോറിനെ മൺചട്ടിയിലോട്ട് എടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ അടച്ചു വെക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കഞ്ഞിയെയാണ് പഴങ്കഞ്ഞിയിലോട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാം. ഇതിനുവേണ്ടി നമുക്ക് ഒരു മൺചട്ടി എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. അടുത്തതായി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കണം. ഈ ചെറിയ ഉള്ളിയെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് 2 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടി 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 പച്ചമുളക്, 2 വലിയ വെളുത്തുള്ളി ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ അരപ്പിനെ നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് അടിച്ചു വെച്ചിട്ടുള്ള തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം കറി തിളച്ചു പോകരുത്. നമുക്കിതിനെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിശ്ശേരി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ 5 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായി നമുക്ക് കപ്പപ്പുഴുക്കാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ ഉണക്ക കപ്പപ്പുഴുക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനു വേണ്ടി 1/2 കപ്പ് ഉണക്ക കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് 8 മണിക്കൂർ കുതിർത്തിയെടുക്കണം. ഇതുപോലെയുള്ള വലിയ പീസിനെ എല്ലാം നമുക്ക് മുറിച്ചെടുക്കണം. കുതിർത്തിയെടുത്തിട്ടുള്ള ഈ കപ്പയെ നമുക്ക് ഒരു പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലോട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ കപ്പ സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ 3 വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് 3 മുതൽ 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്കും തയ്യാറായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചമ്മന്തിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ പച്ചമുളക് ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് 1 കപ്പ് തേങ്ങ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 3 പച്ചമുളക് എടുക്കാം. അടുത്തതായി നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള
പുളി എടുക്കണം. ഈ പുളി ഓപ്ഷനിലാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒരു മിക്സിയിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് അടിച്ചെടുക്കണം. ചെറുതായൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള തൈര്, കുറച്ച് ചെറിയുള്ളി, കുറച്ച് കാന്താരി മുളക്, ആവശ്യത്തിന് ഉപ്പ്, കടുമാങ്ങ അച്ചാർ. ഇനി നമുക്ക് പഴം കഞ്ഞിയെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. 5 തവി പഴം കഞ്ഞി നമുക്ക് എടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു തവി പുളിശ്ശേരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ കപ്പ പുഴുക്കെടുക്കണം. അടുത്തതായി നമുക്ക് ചമ്മന്തി എടുക്കാം. 2 ടീസ്പൂൺ ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കാന്താരി മുളക് എടുക്കാം. 4-5 കാന്താരി മുളക് എടുക്കാം. അടുത്തതായി നമുക്ക് 1-2 ചെറിയ ഉള്ളി കൂടെ എടുക്കാം. ഇതിലോട്ട് നമുക്ക് കടുമാങ്ങ അച്ചാർ കൂടെ എടുക്കണം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പഴം കഞ്ഞി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കടുമാങ്ങ അച്ചാർ കൂട്ടി കഴിക്കാം. താങ്ക് യു.